MRI റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജ് ഉണ്ട്. അതിന് പരിഹാരം ഇനി സർജറി മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എപ്പോഴാണ് ഡിസ്ക് ബൾജിന് സർജറി വേണ്ടത്? എപ്പോഴാണ് സർജറി ഇല്ലാതെ നമുക്കത് ചികിത്സിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈ സ്പൈൻ മോഡൽ ഉപയോഗിച്ച് പറഞ്ഞുതരാം. ഈ രണ്ട് വെർട്ടിബ്രയുടെ ഇടയിൽ കാണുന്നതിനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് നാളത്തെ കംപ്രഷൻ കൊണ്ട് ഈ ഡിസ്ക് പ്രഷർ കാരണം ബൾജ് ചെയ്ത് നമ്മുടെ നെർവിലേക്ക് കംപ്രസ് ചെയ്യുന്നതിനാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് പല സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ MRI റിപ്പോർട്ടിൽ കാണാം. തുടക്കത്തിൽ അതിനെ ഡിസ്ക് ബൾജ് എന്ന് പറയും, പിന്നെ പ്രൊട്രൂഷൻ എന്ന് പറയും, അതിനുശേഷം എക്സ്ട്രൂഷൻ എന്ന് പറയും, ഹെർണിയേഷൻ എന്ന് പറയും. ഈ ഡിസ്കിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് എല്ലാം പൊട്ടി ഒലിച്ച് നമ്മളുടെ സ്പൈനൽ കോഡിൽ വരികയാണെങ്കിൽ അതിന് ഡിസ്ക് സീക്വസ്ട്രേഷൻ എന്നായിരിക്കും നിങ്ങളുടെ MRI റിപ്പോർട്ടിൽ പറയുക. ഈ ഡിസ്ക് ഹെർണിയേഷൻ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കാലിലേക്ക് നല്ല തരിപ്പ്, അസഹ്യമായ വേദന, കാലിന്റെ മസിൽക്ക് ബലക്കുറവ്, അതായത് നമുക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല, കാല് മടങ്ങി പോവുക, വീണ് പോവുക എന്നുള്ള അവസ്ഥ, നമ്മളുടെ ബവൽ ബ്ലാഡർ ഇൻകോണ്ടിനൻസ്, അതായത് നമുക്ക് അറിയാതെ മലമൂത്ര വിസർജനം സംഭവിക്കുക, നമ്മളുടെ കാലിന്റെ ഉൾത്തടയിലുള്ള ഭാഗത്ത് നമുക്ക് തൊട്ടാൽ അറിയാതെ പോവുക, അല്ലെങ്കിൽ അവിടെ തരിക്കുക, ഇതിനെ സാഡിൽ അനസ്തീഷ്യ എന്ന് പറയും. ഇത്തരം അവസ്ഥകളിൽ അത് തീർച്ചയായും വളരെ സീരിയസ് ആയിട്ടൊരു കണ്ടീഷനാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഡിസ്കിലേക്ക് വരുന്ന ലോഡ് കുറച്ചിട്ടില്ലെങ്കിൽ അരയ്ക്ക് താഴെ പാരലിസിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് നമുക്കൊരു എൻഡോസ്കോപ്പിക് സർജൻ അല്ലെങ്കിൽ ഒരു സ്പൈനൽ സർജറിയുടെ സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഡിസ്ക് ഹെർണിയേഷൻ ആണെങ്കിൽ കൂടി ഈ പറയുന്ന റെഡ് ഫ്ലാഗ്സ്, അതായത് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ആണ്. റെസ്റ്റ് എടുക്കുക, സപ്പോർട്ട് ചെയ്യാൻ ബെൽറ്റുകൾ യൂസ് ചെയ്യുക, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് കൊണ്ടുവരിക. ആയുർവേദ ട്രീറ്റ്മെന്റിലൊക്കെ നമ്മൾ പറയുന്ന മസാജ്, കിഴികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. എന്നാൽ പ്രത്യേക ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന എല്ലാ ഡിസ്കിന്റെ സ്റ്റേജിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഡിസ്കിൽ വരുന്ന ലോഡാണ്. ഈ ഡിസ്കിൽ വരുന്ന ലോഡിന്റെ കാരണം എന്താ? ഈ ഓരോ വെർട്ടിബ്രയും കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസിലാണ്. ഈ മസിലിൽ വരുന്ന ടൈറ്റ്നെസ്സും അല്ലെങ്കിൽ വീക്ക്നെസ് കൊണ്ടാണ് നമ്മുടെ വെർട്ടിബ്രേ തമ്മിൽ കൂടിച്ചേരുന്നതും കംപ്രഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. നീർക്കെട്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പേഷ്യന്റിന്റെ ഗട്ട് ഹെൽത്തിനെ കുറിച്ചിട്ട് ഒരു ബോധം വേണം, അവരുടെ പോസ്ചറിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യണം. ഒരു ദിവസം അവർ ഡെയിലി ചെയ്യുന്ന ഏത് റൂട്ടീനാണ് അവരുടെ പെയിൻ കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരണം. മോഡേൺ മെഡിസിൻ പ്രാക്ടീഷണേഴ്സിൽ ഈ നീർക്കെട്ടും ഗട്ട് ഹെൽത്തും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് സാധാരണ പറയാറ്. എന്നാൽ ഇൻഫ്ലമേഷനെ കൺസിഡർ ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യണം. ഗട്ട് ഹെൽത്തും അവരുടെ ഡെയിലി പോസ്റ്റേഴ്സ്, അതുപോലെ അവരുടെ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇതെല്ലാം കറക്റ്റ് ഒരു ഹിസ്റ്ററി എടുത്തതിന് ശേഷം അത് ക്ലിയറായി മനസ്സിലാക്കിയാൽ മാത്രമേ എഫക്റ്റീവായി ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് ഏതൊക്കെയെന്ന് പരിചയപ്പെടുത്തി തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. നിങ്ങളുടെ MRI റിപ്പോർട്ടിൽ ഇതിൽ ഏത് സ്റ്റേജ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? താഴെ കമന്റ് ചെയ്യൂ. ഡിസ്ക് ബൾജിന് ഓപ്പറേഷൻ വേണമെന്ന് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യൂ.